morning, ma'am. Good morning, ma'am. ലേക്ക് വിട്ടാ ക്ഷണിക്കണം. നമ്മള് ലാസ്റ്റ് ക്ലാസ് ആണ് അല്ലെ, അതായത് അത്യാവശ്യം നമ്മുടെ ഈ പോർഷൻ തീരുന്ന ക്ലാസ് ആണ് അല്ലെ. എന്തായാലും നിങ്ങൾ വായിച്ച് എത്തി കാണും എല്ലാവരും. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടോ? മൊത്തം വായിച്ചൊക്കെ തുടങ്ങിയോ? എന്തെങ്കിലുമൊക്കെ വായിച്ചു തുടങ്ങിയോ? തുടങ്ങി മാം. എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടോ? എവിടെയെങ്കിലൊക്കെ മിസ്റ്റേക്കുകളുണ്ടോ? നമുക്കിപ്പോ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, കാരണം പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഇപ്പൊ നമ്മള് ക്ലിയർ ആണ് എല്ലാരും. നമ്മളിപ്പോ എവിടെയാണ്? ലാസ്റ്റ് ടോപ്പിക്കിലാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. എല്ലാത്തിലും ഈ പറഞ്ഞോണം എന്താണ് നമ്മൾ പഠിക്കേണ്ട എല്ലാ ചാപ്റ്ററിലും എനിക്ക് തോന്നുന്നു ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ് അല്ലെ, അതെല്ലാം അങ്ങനെ ഇങ്ങോട്ട് ഒന്നിച്ച് കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ ഇമ്പോർട്ടൻസും എല്ലാം അല്ലെ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് അതിന്റെ ആ പോയിന്റ് എന്താണെന്നുള്ളത് മീൻ ചെയ്ത് എന്നത് മനസ്സിലാക്കുക. കാരണം ഹ്യൂമൻ റിസോഴ്സ് എന്ന ആ ചാപ്റ്ററിൽ തന്നെ അല്ലെ, അതിൽ എല്ലാം തന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന എന്താണ് എംപ്ലോയീസിന്റെ ആണെങ്കിലും റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ട്രേഡ് യൂണിയനും അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് എല്ലാം തന്നെ എന്താണ് ഫീച്ചേഴ്സ് ഉണ്ട്, നേച്ചേഴ്സ് ഉണ്ട് അല്ലെ, സ്കോപ്പ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേമാതിരി തന്നെ ഡിഫിക്കൽട്ടീസ് അല്ലെ, അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ജസ്റ്റ് അത് എന്താന്നുള്ളത് ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെ പോവാം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. ലാസ്റ്റ് ഭാഗം ഓക്കെയാണോ? ലാസ്റ്റ് ഭാഗമാണ് നമ്മള് എന്താണ് കുറച്ച് പറഞ്ഞു നിർത്തിയത്, എവിടെയോ ബ്രേക്ക് ചെയ്ത് വെച്ചത്. അതിന്റെ എല്ലാ പോയിന്റ്സും ഓക്കെയാണോ? ഒരു റിവിഷൻ നടത്തിയാൽ മതിയോ? അങ്ങനെ മെസ്സേജ് കാണാൻ പറ്റിയില്ല കേട്ടോ. ഓക്കെ, റിവിഷൻ നടത്തിയാൽ മതി. ഓക്കെ, അപ്പോ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസിലേക്ക് പോവാം. ഈ ചാപ്റ്ററിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഒരു 3-4 ഇതുകളാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് അല്ലെ. നമ്മുടെ ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ട് എന്താണ് എംപ്ലോയി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയിയുടെ ബെനഫിറ്റ്സ്, ആ ഒരു ഇതിലേക്ക് നമ്മൾ കൺസെപ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് പലതരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഈ ബെനിഫിറ്റ്സുകൾ, അതായത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എംപ്ലോയീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അത് തീരുമാനിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എംപ്ലോയീസിൽ നിന്ന് കൂടുതൽ എഫേർട്ട് അല്ലെങ്കിൽ ഇച്ചിരി കൂടി നല്ല രീതിയിലുള്ള വർക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും 2-3 കാര്യങ്ങൾ അതിലെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഓരോ ഇതികളും ഓരോ ടോപ്പിക്കിലും കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇൻ കേസ് എംപ്ലോയീസ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണെങ്കിലും ട്രേഡ് യൂണിയനെ കുറിച്ചിട്ടാണെങ്കിലും കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും ജസ്റ്റ് അത് എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ അക്കോർഡിംഗ് ടു അല്ലെ ആരെങ്കിലും അതിനെ ഡിഫൈൻ ചെയ്യുന്നതുമാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ്ലി ആ ഇൻട്രൊഡക്ഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ഇപ്പൊ എംപ്ലോയീസ് കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ തുടങ്ങിയാണെങ്കിലും ഏറ്റവും അവസാനത്തിലുള്ള കളക്റ്റീവ് ബാർഗൈനിങ്ങിലാണെങ്കിലും എംപ്ലോയീസ് ബെനിഫിറ്റ്സിലാണെങ്കിലും ജസ്റ്റ് അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സപ്ലിമെന്റൽ ആയിട്ട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. അതില് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് വോളണ്ടറി ആയിട്ട് സ്വമേധയ എംപ്ലോയിക്ക് വേണ്ടി ലഭ്യമാക്കുന്നതുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള, അതായത് നിയമ ഘടകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എംപ്ലോയിക്ക് ലഭ്യമാക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്. എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് നടത്തിയിട്ട് അവിടെയുള്ള എംപ്ലോയീസ് എടുക്കുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട് അല്ലേ. അത് 3 ഇല്ലേ?
അപ്പൊ ആ ഒരു 3 കാര്യങ്ങളാണ് ഇതിൽ ഈ ഒരു ചാപ്റ്ററിലുടനീളം നിർവഹിച്ചു പോകുന്നത് അല്ലെ. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഇങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താലാണ് ഇതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ബേസിലുള്ള സാലറിക്ക് അപ്പുറം എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്ന കുറച്ച് ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. അതൊരുപക്ഷെ എന്താണ് വോളണ്ടറി ആവാം, ലീഗൽ ആവാം, അതല്ലെങ്കിൽ കളക്റ്റീവ് നെഗോഷിയേറ്റ് ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ്. ഇപ്പൊ ടൈപ്പ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്ങിലൊക്കെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പിടിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സുകളാണ് ലഭ്യമാക്കുന്നതിനെ കുറിച്ച്. ഇനി ഇതിന്റെ ഡെഫിനിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വ്യക്തികളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് ഇത് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? ഗ്രേറ്റ് ഡെസ്ലർ ആണോ, വില്യം ബി വെത്തർ ആണോ, കുക്മാർ ആണോ അല്ലെ? അത് ആരാണ്, കുക്മാർ ആണോ, അങ്ങനെ ആരാണ് ഇത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു ജസ്റ്റ് മീനിങ് മനസ്സിലാക്കി വെക്കുക. കാരണം ഡെഫിനേഷൻ ഒന്നും ബൈഹാർട്ടൊന്നും പഠിക്കുന്ന വേണ്ട. പക്ഷെ ഓരോ ഡെഫിനേഷനിലും ഇപ്പൊ ജസ്റ്റ് എംപ്ലോയീസ് ബെനിഫിറ്റ്സിന്റെ കാര്യം മാത്രമല്ല, കളക്റ്റീവ് ബാർഗൈനിങ് ആണെങ്കിലും എംപ്ലോയീസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാത്തിലും ഡെഫിനേഷൻ വരുമ്പോൾ ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇത് ആരാണ് ഇത്തരത്തിൽ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അപ്പൊ ഡെഫിനേഷന്റെയും ഇൻട്രൊഡക്ഷന്റെയും ആ ഒരു ഐഡിയ മനസ്സിലായോ? എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്? എന്താണ് കളക്റ്റീവ് ബാർഗൈൻ, അല്ലെങ്കിൽ എന്താണ് ട്രേഡ് യൂണിയൻ, അല്ലെങ്കിൽ എന്താണ് എംപ്ലോയീസ് റിലേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള ഡെഫിനേഷന് ബൈ ഹാർട്ട് പഠിക്കാതെ ജസ്റ്റ് അതിന്റെ ആ ഒരു ആരാണ് ഈ ഒരു രീതിയിൽ നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസിൽ എടുത്ത് പറയുക. ഓക്കെ, then വീണ്ടും ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ, പൊതുവെ ഇത് പ്രധാനമായിട്ട് നമ്മളിപ്പോ എന്താ പറയാ, ആരാണ് ഡിഫൈൻ ചെയ്തത് ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ ഏതെങ്കിലും ഒരു ഡെഫിനേഷനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുക. അപ്പോ എംപ്ലോയീസ് ബെനിഫിറ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ ചിലപ്പോ എന്താണ് എംപ്ലോയീസ് റിലേഷൻസിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനെ കുറിച്ചിട്ടായിരിക്കാം. എന്താണെങ്കിലും ജസ്റ്റ് അത് ആരാണ് ഡിഫൈൻ ചെയ്യുന്നത് എല്ലാം ബൈഹാർട്ട് പഠിക്കണ്ട. കാരണം എല്ലാത്തിലും ഉണ്ട് അല്ലെ. നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞാൽ എംപ്ലോയീസ് ബെനിഫിറ്റ്സിലുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസ് എന്താണ് യൂണിയനെ എടുത്തു നോക്കിയാലും അതിലുണ്ടാവും. അതേമാതിരി തന്നെ കളക്റ്റീവ് ബാർഗൈനിങ് എടുത്തു നോക്കിയാലും അതിലുണ്ടാവും അല്ലെ. പലതരത്തിലുള്ള എല്ലാത്തിലും ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ മിക്കവാറും മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ചോദിക്കുന്ന ഡിഫൈൻ ചെയ്യുന്നത് ഇല്ലേ, മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവാറില്ലേ എന്തെങ്കിലും ഡെഫിനിഷനെ കുറിച്ചിട്ട് ഹൂ ഡിഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, പക്ഷെ കൃത്യമായിട്ട് നമുക്കത് ആരാണെന്നുള്ളത് എടുത്ത് നമുക്ക് നിർവചിക്കാനായിട്ട് ആരെയാണ് കർണയെന്നുള്ള കാര്യം നമുക്ക് മൈൻഡ് ചെയ്ത് എന്താണ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, വീണ്ടും എന്താണ് ജസ്റ്റ് ഇതിന്റെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നോക്കാം. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ് അല്ലെ. ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റുകളിൽ മനസ്സിലാക്കാം. എംപ്ലോയീസ് ബെനിഫിറ്റ് എന്താന്നുള്ള കാര്യം നോക്കാം അല്ലെ. അപ്പൊ അത് പലതരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് എംപ്ലോയീസ് ബെനിഫിറ്റിനെ അവർ തീരുമാനിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഹെഡിങ്ങുകളൊക്കെ എന്താണ് അത് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം ആ ഒരു ഹെഡിങ് വെച്ചിട്ട് ചോദ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പോ എന്തൊക്കെ തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് എംപ്ലോയീസ് ബെനിഫിറ്റ്? അപ്പൊ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഫീച്ചേഴ്സ് ഉണ്ടാവും, നേച്ചറുകളുണ്ട്, അതേമാതിരി പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതേമാതിരി തന്നെ എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. എല്ലാത്തിലും ഇല്ലേ, എല്ലാ ഒരു ഇതിലും ഇല്ലേ. അപ്പൊ ജസ്റ്റ് ആ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ജസ്റ്റ് ആ ഹെഡിങ് എങ്കിലും ഓക്കെ. അപ്പൊ അതിന്റെ ആ മീനിങ് ജസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പിന്നെ മസ്റ്റ് ആയിട്ടും മോക്ക് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കി തന്നെ പോകണം. അതിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് പൊതുവെ വരുന്ന ക്വസ്റ്റ്യൻസുകളിലൊക്കെ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തി ഇടാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോവുക. പിന്നെ കുറെ അബ്രിവേഷൻ ഉണ്ട്. എന്തായാലും അബ്രിവേഷൻസിൽ നിന്ന് ഒരു 3-4 പ്രതീക്ഷിക്കാം. അതേമാതിരി തന്നെ കുറെ ഇയറുകൾ ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സുകൾ എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻസ് കുറെ ഉണ്ട്. അതേമാതിരി തന്നെ അല്ലെ ആരെങ്കിലും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കുറെ ഇയറുകളുണ്ട്, കുറെ അബ്രിവേഷൻസ് ഉണ്ട്.
അതേമാതിരി തന്നെ ഇമ്പോർട്ടൻസ് അല്ലെ, പലതരത്തിലുള്ള ഫീച്ചേഴ്സിന്റെയും ഇമ്പോർട്ടൻസ്, എല്ലാത്തിന്റെയും കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രോബ്ലംസ്, അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്പെഷ്യൽ ആയിട്ട് ഓരോന്നിനെയും കുറിച്ചിട്ട് അല്ലെ നമ്മള് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പലതിലും എടുത്ത് പറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ആരെങ്കിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ, ഞാൻ ഓരോ മോക്ക് ടെസ്റ്റിലും അത് ഓക്കെ ഉണ്ട്. അത് മോക്ക് ടെസ്റ്റിൽ വരുമ്പോൾ ഓരോ ഭാഗത്തെ പോർഷൻസിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിൽ നിന്ന് വെച്ച് തന്നെയാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. ഡെഫിനേഷൻസ് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾ പറയുന്നവരുണ്ടാവും. അതേമാതിരി തന്നെ ആക്ടുകൾ അല്ലെ, ഓരോ ഇയർ വെച്ചിട്ടുള്ള ആക്ടുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതേമാതിരി തന്നെ അബ്രിവേഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് കുട്ടികളൊക്കെ വരുമ്പോൾ അതിലെ അല്ലെ ആ ഹെഡിങ് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സുകൾ അതിൽ നിന്ന് എന്താണ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ഈ ഇയറിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഏതെങ്കിലും, അതായത് പേയ്മെന്റ് വേജസ് ആക്ട് ഉണ്ട്, മിനിമം വേജസ് ആക്ട് ഉണ്ട്, ഇവിടെ ബോണസ് ആക്ട് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഓക്കെ, ഇതെല്ലാം ഈ ആക്ടിൽ നിന്നൊക്കെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എടുത്ത് കാണാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തിയിട്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള, ഇതൊക്കെ നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് അല്ലെ ഇയർ വെച്ച് തരുന്നതൊക്കെ. അപ്പൊ അത് മസ്റ്റായിട്ടും ആ ഒരു രീതിയിൽ തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ബൈ ഹാർട്ട് പഠിക്കാതെ തന്നെ ജസ്റ്റ് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. എന്താണ് നമ്മൾ ഇതിലാണ് കൂടുതൽ അല്ലെ വെൽഫെയർ റിക്രിയേഷണൽ ഫെസിലിറ്റീസിലാണോ ഒരുപാട് കൂടുതലുള്ളത് അല്ലെ. അതായത് നമുക്കറിയാം അതില് ധാരാളം എന്താണ് ഇവിടെ പിടിച്ചു നിൽക്കുക അല്ലെ, എംപ്ലോയീസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, എന്താണ് എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടും എന്താണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാകുന്ന പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ കണ്ടായിരുന്നു ക്യാൻറ്റീൻ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെ മസ്റ്റായിട്ടും കൊടുക്കേണ്ടതാണ്. അതല്ല എങ്കിൽ എന്താണ് ചിലവരൊക്കെ ചില ഇവരെല്ലാം എന്താണ് ഫ്രീ ആയിട്ട് തന്നെ അല്ലെ, അവര് ഇത്രയും മെമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ എംപ്ലോയീസിന് വേണ്ടിയിട്ടൊക്കെ ക്യാൻറ്റീൻ സർവീസ് ഒക്കെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത്. എഡ്യൂക്കേഷണൽ കൺസ്യൂമർ സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ്, ലീഗൽ അസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് ഇത് അവർക്ക് വേണ്ടിയിട്ട് അല്ലെ അവര് വോളണ്ടറി ലഭ്യമാക്കുന്ന കാര്യങ്ങളാണ്. മസ്റ്റായിട്ടും ഈ ലീഗലി എന്താണ് ഒരു നിയമപരമായിട്ട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കണമെന്ന് ഒരു മസ്റ്റായിട്ടുള്ള ഒരു നിയമരേഖയൊന്നുമില്ല. സ്വമേധീയം എന്താണ് കമ്പനി എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു അസംഷനിൽ തന്നെ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയായിരിക്കണം നിങ്ങളത് പഠിച്ചു വെക്കേണ്ടത്. പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളുണ്ട്. ചിലത് വോളണ്ടറി ആണ്, ചിലത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, ചിലത് ബാർഗെയിൻ ചെയ്തിട്ടാണ് അവർ നേടിയിരിക്കുന്നത് അല്ലെ. വേജസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ടൈം അവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ അവരെന്താണ് ബാർഗെയിൻ ചെയ്തിട്ടാണ് അവര് നേടിയെടുക്കുന്നത് അല്ലെ. അതേമാതിരി തന്നെ എന്താണ് പലതരത്തിലുള്ള ലീവുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് സീനിയോറിറ്റി അനുസരിച്ചിട്ടുള്ള പോസ്റ്റുകൾ അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതൊക്കെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെയാണ് അവരത് നേടിയെടുക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതാണ് അല്ലെ. നമുക്കറിയാം നിയമപരമായിട്ട് ലഭ്യമല്ലാത്ത കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് നേടിയെടുക്കുന്ന കുറെ ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. പിന്നെ അതേമാതിരി തന്നെ ഓൾഡ് ഏജ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലൊക്കെ എന്തൊക്കെ പെടും അല്ലെ, ആ ഒരു ജസ്റ്റ് ആ ഒരു രീതിയിലൊക്കെ ആ ഒരു പോയിന്റ് ഔട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ഓൾഡ് ഏജ് അണ്ടർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ നമുക്കറിയാം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് EPS ഉണ്ട്, അതൊക്കെ ഫുൾ ഫോമുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. then അതേമാതിരി തന്നെ എന്താണ് അതിന്റെ ഇയർ മനസ്സിലാക്കി പഠിക്കുക. then ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് അതിലൊക്കെ വരുന്ന ഇത്, പിന്നെ അവിടെയൊക്കെ നമുക്കറിയാം ചെറിയ ചെറിയ കോൺട്രിബ്യൂഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. 3.25 കുറിച്ചിട്ടൊക്കെ നിർവചിക്കുന്നുണ്ട്. അതായത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്ര വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഗ്രാറ്റുവിറ്റി ആണെങ്കിലും നമുക്കറിയാത്ത നിയമപരമായിട്ട് തന്നെ ലഭ്യമാക്കുന്ന ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. 1972 അത് എന്താണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മള് ബൈഹാർട്ടൊന്നും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ആ ഇയർ എന്താണ് അബ്രിവിയേഷൻസ് എന്താണ് അത് അല്ലെ, ഏത് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് അത്, എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് കാൽക്കുലേഷൻസ് ഒന്നും അല്ലെ, ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ എമൗണ്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് അല്ലെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടൊന്നും
മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ ആ ഒരു രീതിയൊക്കെ മനസ്സിലാക്കി വെക്കാം. മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ, ESIS, സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ഓക്കെ, അതൊക്കെ ഇയറൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോകാം. പിന്നെ എന്താണ് വീണ്ടും മാനേജ് ചെയ്യാൻ എംപ്ലോയീസ് ബെനിഫിറ്റ് സർവീസ് ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യണം അല്ലെ, അത് ഏത് രീതിയിലാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കേണ്ടത് അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ആർക്കൊക്കെ ലഭ്യമാക്കണം എന്നുള്ളതായിരിക്കും ആദ്യത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെ പെടാം, അതേമാതിരി തന്നെ അല്ലെ റിട്ടയർമെന്റ് പ്ലാനുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊബേഷണറി പീരീഡ്, ട്രാൻസിറ്റ് എന്നിവയൊക്കെ, അതായത് ആ ഒരു ഇത് അല്ലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ഏത് രീതിയിലാണ് ലഭ്യമാക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പൊ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അല്ലെ എങ്ങനെയാണ് എംപ്ലോയിയുടെ ചോയ്സ് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി തന്നെ അത് മനസ്സിലാക്കുക. ഡിഫറെന്റ് മെത്തേഡ്സ്, ഡിഫറെന്റ് മെത്തേഡ്സ് ടു നോ എംപ്ലോയീസ് ചോയ്സ് ഓഫ് അല്ലെ എംപ്ലോയീസ് ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂ, സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് വഴി അല്ലെങ്കിൽ സഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് വഴിയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. പിന്നെ കോസ്റ്റ് കൺട്രോൾ അല്ലെ, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, എങ്ങനെയാണ് കോസ്റ്റ് കുറച്ചുകൊണ്ട് അവർക്ക് എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭ്യമാക്കാനായിട്ട് സാധിക്കുക. അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ടെസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി പോവുക. ഓരോ ഭാഗവും നമ്മൾ എന്താ പറയാ കുറെ ഒരുപാട് അങ്ങനെ നീട്ടിയെടുത്ത് പോയിട്ടില്ല അല്ലെ, ഓരോ നിശ്ചിത ഭാഗം വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് മോക്ക് ടെസ്റ്റില്. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു പോകണതിന്റെ ഒപ്പം എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ എംപ്ലോയീസ് ബെനിഫിറ്റിന്റേതായിട്ടുള്ള ഗുണങ്ങൾ അല്ലെ, അതൊക്കെ ബൈഹാർട്ടൊന്നും പഠിക്കാതെ തന്നെ മനസ്സിലാക്കി വയ്ക്കാൻ നമുക്ക് ഒരു സുരക്ഷ ലഭ്യമാക്കുന്നു. ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോവാതിരിക്കാനായിട്ട് അല്ലെ, റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ് അവിടെ നിലനിന്ന് പോകാനായിട്ട്, എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് വാംത് എംപ്ലോയി റിലേഷൻഷിപ്പ് അല്ലെ, അവിടെ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ എന്താണ് നല്ലൊരു വിശ്വാസം അല്ലെ വളർത്തിക്കൊണ്ടത്. കാരണം അവരെ പരിഗണിച്ചിട്ട് തന്നെയാണ് നൽകുന്നത് എന്നുള്ള ഒരു അസംശയം വരുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇനി അത്രയും എംപ്ലോയീസ് ബെനിഫിറ്റ്സുമായിട്ട് നമ്മൾ കുറെ പോയിന്റ്സുകൾ കണ്ടു. ഇനി ഇതിന്റെ പ്രോബ്ലംസ്, ഇങ്ങനെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം പാരന്റലിസം ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിഗണന അല്ലെ, ആ ഒരു രീതിയിലാണ് ഇതിൽ വരുന്നത്. ആ ഒരു രീതിയിലാണ് എംപ്ലോയി അത് മീൻ ചെയ്യണമെങ്കിൽ എന്താണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. കാരണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുക പറയുന്നത് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. പക്ഷെ ആക്ച്വലി റിസ്ക് എടുത്തിട്ടാണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കുന്നത് എന്നുള്ള മൈൻഡാണ് അവരിൽ വളർത്തേണ്ടത്. എങ്കിൽ മാത്രമാണ് അവർ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നല്ല കാര്യക്ഷമതയോടുകൂടി ഓക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് അല്ലെ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ എൻജോയ്മെന്റ് അല്ലെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു തരുന്നത് ഞങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള പരിഗണന അത് വരുമ്പോഴാണ് അവിടെ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അല്ലാത്ത രീതിയിൽ ഇതൊരു പാരന്റലിസം ചാർജ് ആവുന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫ്യൂച്ചർ അത് ഡൗട്ട് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഹ്യൂജ് എക്സ്പെൻഡിച്ചർ, കൂടുതൽ എക്സ്പെൻഡിച്ചർ ഒന്നും ചെലവഴിച്ച് അവർക്ക് ലഭ്യമാക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ബിക്കമിങ് ന്യൂ ട്രെൻഡ്, നമുക്കറിയാം പലതരത്തിലുള്ള കമ്പനികൾ തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ചിലപ്പോൾ സംതൃപ്തിയോട് കൂടിയിട്ട് എംപ്ലോയീസ് ക്യാച്ച് ചെയ്യണമെന്നില്ല. പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് എന്താണ് ബെനിഫിഷ്യൽ പാക്കേജുകൾക്ക് മാറ്റം വരുത്തേണ്ടി വരുന്നു അല്ലെ, അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്, ലെസ് ആയിട്ട് അല്ലെ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ fact that the company provides a lot of benefits and services to employees അല്ലെ. അവിടെ എംപ്ലോയീസിന് ജസ്റ്റ് നൽകുന്ന ഒരു കാര്യമായിട്ട് വരരുത് അല്ലെ, എപ്പോഴും എന്താണ് നല്ല പ്രൊഡക്റ്റ് നല്ല ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാര്യമായിട്ട് വരണം അല്ലെ. ഫ്രൂട്ട്ഫുൾ വർക്ക് എന്ന് വെച്ചാൽ
അതിൽ നിന്ന് ഫലം ഉണ്ടാവണം. അതല്ലെങ്കിൽ ഈ ഇത്രയും ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭിക്കുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ ഉള്ള രീതികൾ തന്നെ അവോയ്ഡിങ് അതർ എംപ്ലോയീസ് ഫങ്ഷൻസ്. ഓക്കെ, ഈ ജസ്റ്റ് പോയിന്റ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ഒക്കെ ആണോ? എന്തെങ്കിലുമൊക്കെ കിട്ടിയോ എംപ്ലോയീസ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട്? ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അത് വോളണ്ടറി ആണ്, സ്റ്റാറ്റ്യൂട്ടറി ആണ്, പിന്നെ എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് കൂടി നേടിയിരിക്കുന്ന തരത്തിലുള്ള 3 തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. അത് മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കും. അത് അപ്പൊ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണെങ്കിൽ അതിനൊരു ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മസ്റ്റായിട്ടും അവിടെ എന്താണ് അവിടെയുള്ള എംപ്ലോയീസിന് ഇത്രയും അംഗങ്ങളുള്ള ഒരു സ്ഥാപനത്തിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മസ്റ്റായിട്ടും കൊടുക്കാൻ നിയമാനുസൃതമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അതല്ലാതെയാണെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് സ്വമേധയാ ചെയ്യുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. ഓക്കെ, അവര് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അവര് ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ, അല്ലെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവര് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, എംപ്ലോയർ ലഭ്യമാക്കി തരുന്നില്ല എങ്കിൽ എന്താണ് അവിടെ എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് എംപ്ലോയറിൽ നിന്ന് മേടിച്ചെടുക്കുന്ന ഒരു രീതിയാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിലുള്ള എംപ്ലോയീസ് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് വന്നിട്ട് ബാക്കി നിങ്ങൾ പഠിച്ചു നോക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാം. ടൈപ്സ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ഒക്കെ നോക്കണം കേട്ടോ. അതില് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ആ ഭാഗങ്ങളൊക്കെ. അപ്പൊ അതില് നിങ്ങൾ മാർക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സുകളാണ് ഇതിൽ പെടുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ടുണ്ട്. നമുക്കറിയാം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ എന്താണ്, അതേമാതിരി തന്നെ വെൽഫെയർ റിക്രിയേഷൻ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട ബെനിഫിഷ്യൽ പാക്കേജ് എന്താണ്, ഓൾഡ് ഏജുമായി ബന്ധപ്പെട്ട ബെനിഫിഷ്യൽ പാക്കേജ് എന്താണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്ന് എന്തായാലും മോസ്റ്റായിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. എന്താണ് നമ്മൾ കണ്ടത്? എംപ്ലോയീസ് റിലേഷൻസ്. എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം എല്ലാവരും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണ്ടി വരും അല്ലെ. അവിടെ പലതരത്തിലുള്ള പേരുകളിലെ എംപ്ലോയീസ് റിലേഷൻഷിപ്പ് അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി തന്നെ ഇരിക്കുക. ഇൻഡസ്ട്രിയൽ റിലേഷൻ, ലേബർ മാനേജ്മെന്റ് റിലേഷൻ, ലേബർ റിലേഷൻസ് എന്നൊക്കെ പറയുന്നത് അല്ലെ എംപ്ലോയീസിന്റെ റിലേഷൻസ് ആണ്. ER ജസ്റ്റ് ഒരു അബ്രിവിയേഷൻ ഒക്കെ ആയിട്ട് തരുന്നത് ER എംപ്ലോയീസ് റിലേഷൻസ് ആണ്. എന്താണ് അവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ റിലേഷൻസ് ഡിനോട്ട്സ് അസോസിയേഷൻ ബിറ്റ്വീൻ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് പോവുക. എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ള, അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയാൻ പറ്റും. എന്താണ് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ, തൊഴിലാളികൾ പരസ്പരം, ലേബർ യൂണിയനുകളും മാനേജ്മെന്റും തമ്മിൽ, ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി അല്ലെ സൊസൈറ്റിയും തമ്മിൽ ഒക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ്. നമുക്കറിയാം ഏതൊരു വ്യവസായ സ്ഥാപനമാണെങ്കിലും അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് വേണം അല്ലെ. ഇൻ കേസ് രാജ്യങ്ങൾ തമ്മിൽ വരെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായാലാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം അവിടെ എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ വിതരണം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ചിലപ്പോ ഒക്കെ നമുക്കറിയാം ഭരണാധിപന്മാര് കയറി കഴിയുമ്പോൾ അവര് പറയും ഇന്ന അല്ലെ അവിടെ നിന്നുള്ള ഇറക്കുമതി നിരോധിച്ചിരിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്ക് എന്താണ് ഒരു റെസ്ട്രിക്ഷൻസ് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രോഡക്റ്റുകൾ അങ്ങോട്ടും കൈമാറാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ എല്ലാവരും തമ്മിലുള്ള ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ മാത്രമാണ് ഇൻഡസ്ട്രി നല്ല ബെസ്റ്റ് ആയിട്ട് തന്നെ സ്മൂത്ത് ആയിട്ട് ഗ്രോ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്ഥാപനത്തിൽ തന്നെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായാലാണ് നല്ല എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അതിനുശേഷമാണ് മറ്റൊരിക്കൽ കാര്യങ്ങളെ കുറിച്ചിട്ട് പോകാനായിട്ടുള്ളൂ അല്ലെ. അതേസമയം വർക്ക് തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നന്നായിട്ട് പോകണമെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അവിടുത്തെ മാനേജ്മെന്റ് തൊഴിലാളികളും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഇൻ കേസ് യൂണിയനുകൾ ഉണ്ടെങ്കിൽ യൂണിയനുകളും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതല്ലെങ്കിൽ യൂണിയനുകളൊക്കെ ഇടയ്ക്ക് കയറി സ്ട്രൈക്കിംഗ് നോക്കൗട്ട് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അതുമാതിരി തന്നെ ഗവൺമെന്റ് ആയിട്ടൊക്കെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായാലാണ് ഈ ഒരു കമ്പനിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ള ഐഡിയ കിട്ടിയോ? ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഓക്കെ അല്ലേ?
അവിടെയും അക്കോർഡിംഗ് ടു ILO ഉണ്ട്, അതേമാതിരി തന്നെ വെച്ച് ILO ഒക്കെയാണ് പ്രധാനമായിട്ടൊക്കെ ചോദിച്ച് കാണാറുള്ളത്. അതേമാതിരി തന്നെ ഡൺലപ്പിന്റെ അക്കോർഡിംഗ് ടു പ്രോസസ് ഡൺലപ്പിന്റെ ഒക്കെ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആരാണ് ഇത് ഡിഫൈൻ ചെയ്തെന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് എഴുതുക. പിന്നെ എന്താണ് ഇവിടെ നീഡ്സ് എംപ്ലോയീസ് റിലേഷൻസ് വരുന്നുണ്ട്. എന്താണ് നമുക്കറിയാം, കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, അങ്ങനെ അതിന്റെ സ്വാഭാവികതയെ കുറിച്ചിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അവിടെ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ, ഇൻഡസ്ട്രിയൽ റിലേഷൻ ക്യാൻ ബി കോൾഡ് ആൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് അല്ലെ. അത് പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ വിളിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് എല്ലാ മേഖലകളും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെ. ഏതൊക്കെ മേഖലകൾ തമ്മിൽ? സോഷ്യോളജി, ലോ, എക്കണോമിക്, സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ് എക്സെട്ര അല്ലെ. ഇതെല്ലാം തമ്മിൽ നല്ലൊരു ഡിസിപ്ലിനറി ആയിട്ടുള്ള ഫ്ലോയിൽ പോയാൽ മാത്രമാണ് അവിടെ വർക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആ ഒരു ഹെഡിങ് ഒക്കെ മനസ്സിലാക്കി പോവുക. then എന്താണ് സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ വ്യാപ്തി അല്ലെ, ആ റിലേഷന്റെ വ്യാപ്തി എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റിന് അത് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിന് ചെയ്യാൻ പറ്റുന്നു. ദെൻ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അല്ലെ, അവിടെ തർക്കങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പരിഹാരം കണ്ടെത്താനൊക്കെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അതിനൊക്കെ സാധിക്കുകയുള്ളൂ അല്ലെ. വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് എംപ്ലോയീസ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ചാലും നിങ്ങൾ ആ ജസ്റ്റ് ഹെഡിങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഇൻ കേസ് ചിലപ്പോഴൊക്കെ അല്ലെ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ജസ്റ്റ് ഹെഡിങ്ങിന്റെ അണ്ടറിലുള്ള ഹെഡിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് തന്നെ അത് നോട്ട് ചെയ്ത് പോവുക. പൊതുവെ അങ്ങനെ എപ്പോഴും കാണാറില്ല കേട്ടോ, വളരെ റയറായിട്ടൊക്കെ കാണാറുള്ളൂ. പേടിക്കാനായിട്ടൊന്നും പറയുന്നതല്ല, ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി, സിമ്പിൾ ആയിരിക്കുള്ളൂ. then എന്താണ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, കുറെ അബ്രിവേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. CIE, IOE അല്ലെ, അത് ഓൾ ഇന്ത്യൻ ഓർഗനൈസേഷൻ ഓഫ് എംപ്ലോയേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഇതുകളുണ്ട്, അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. then കളക്റ്റീവ് ബാർഗൈനിങ് എന്താന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് പറയുന്നുണ്ട്. ലേബർ ലെജിസ്ലേഷന്, ഒക്കെ പരാതി പരിഹാര കാര്യങ്ങളും നിർവഹണങ്ങളൊക്കെ അല്ലെ. നമ്മളിപ്പോ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾക്ക് കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ് അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് വന്ന യൂണിയന്റെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവാം. എവിടെ പരാതികൾ ലഭ്യമാക്കിയിട്ട് പരിഹാരം കണ്ടെത്തണമെങ്കിലും എന്താണ് നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നല്ലൊരു ഇതോട് കൂടിയിട്ട് അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും നല്ല പ്രാക്ടീസ്, ഫാസ്റ്റ് പ്രാക്ടീസ്, ടീച്ചിങ് കൾച്ചർ നോംസ്, എന്താണ് യൂണിറ്ററി ഇൻഡിവിജ്വൽ വിക്ടിമൈസേഷൻ, വേജസ്, കോൺസ് എക്സെട്ര. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഗ്രീവ്നെസ് അല്ലെ, എന്തൊക്കെ രീതിയിൽ പരാതികൾ വരാം അല്ലെ, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പലതരത്തിലുള്ള പരാതികൾ വരാം അല്ലെ, ഏത് രീതിയിലുള്ള പരാതികളും വരാം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേമാതിരി തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതുകൊണ്ട് എന്താണ് ലക്ഷ്യം വരുന്നത് അല്ലെ. ഒബ്ജക്റ്റീവ്സ് അതിന്റെ ഒരു എംപ്ലോയീസ് റിലേഷൻസ് വരുന്ന നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നതിന്റെ ആ ലക്ഷ്യം എന്താന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായാലും മനസ്സിലാക്കുക. എന്താണ് പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ് അല്ലെ, അവിടെ അവരുടെയൊക്കെ ഇൻട്രസ്റ്റുകൾ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അതേമാതിരി തന്നെ ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ്. കാരണം എന്തുകൊണ്ടാണ് അവിടെ എക്കണോമിക് സ്റ്റാൻഡിങ് ഓഫ് വർക്കേഴ്സ് ബൈ ഇൻക്രീസിംഗ് ദർ വേജസ് ആൻഡ് ബെനിഫിറ്റ്സ് അല്ലെ. അവർക്ക് വേജസും ബെനിഫിറ്റ്സ് ഒക്കെ കൂട്ടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ടാണ് ആ നല്ല റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വേജസും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അവരുടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. ടു റെഗുലേറ്റ് കൺട്രോൾ ഗവൺമെന്റ്, ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, ടു ഡെവലപ്പ് ആൻഡ് സപ്പോർട്ട് ലേബർ യൂണിയൻ. ജസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്താന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചകഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം കാണാറില്ല, ജസ്റ്റ് മനസ്സിലാക്കി പോവാ. വീണ്ടും ആക്ടേഴ്സ് ഇൻ എംപ്ലോയീസ് റിലേഷൻസ്.
ആക്ടേഴ്സ് എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയീസ് ആക്ടേഴ്സുകളുണ്ട്? അത് വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ, അങ്ങനെ മൂന്നല്ലേ? വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ, എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്, അതേപോലെ തന്നെ ഗവൺമെന്റ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ് അല്ലെ? ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്, എംപ്ലോയീസ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ, ഗവൺമെന്റ്, സ്റ്റേറ്റ് അല്ലെ? അങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഉണ്ടാവുക. സാധാരണയായിട്ട് നമുക്കറിയാം വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് അല്ലെ അവിടെ എടുത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്, അവിടെയും നമുക്കറിയാം അവിടെ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബെറ്റർ റിലേഷൻഷിപ്പ്. അതേസമയം ഗവൺമെന്റ്സ് ആൻഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ആണ് അവിടെ പ്രധാനമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ഓക്കെ, എല്ലാം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഇടാത്തതുണ്ടോ? നോക്ക്, ടെസ്റ്റിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ഇതോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയീസ് റിലേഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണോ? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എംപ്ലോയീസ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതിനെ എന്തിനൊക്കെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അതൊക്കെയുണ്ട്. അപ്പൊ മനസ്സിലാക്കുക എക്കണോമിക് ഫാക്ടേഴ്സ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാറില്ലേ? ഉണ്ടോ? economic factors, technological factors, then social and cultural factors, institutional factors, ഇതെല്ലാം ജസ്റ്റ് മനസ്സിലാക്കി പോവുക. then economic factors, institutional factors, technological factors ഒക്കെ അവിടെ നിർവഹിക്കുന്നത് അതിനെ കൂടുതൽ ഡീപ്പായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താണ് ഒരു പ്രധാനമായിട്ട് മറ്റു രീതിയിലും ഇത് അറിയപ്പെടാവുന്ന രീതിയിൽ അല്ലെ, ഓൾസോ കോൾഡ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. കാരണം നമുക്കറിയാം കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് അല്ലെ, മോസ്റ്റ്ലി നമുക്കറിയാം ഒരു എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഇലാബറേറ്റ് അല്ലെ, കുറച്ച് നിർവചനവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ജസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പഠിച്ചു പോവാം. നമ്മള് എടുത്ത് പേരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മള് ഒരുപാട് ദിവസം കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെ തീർത്തത് തന്നെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്രയെങ്കിലും ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി പോകുക എന്നുള്ളതാണ് സാധിക്കുകയുള്ളു. ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി പോകാം. ഇനി എന്താണ് അതിൽ സോഷ്യൽ കൾച്ചറൽ ആൻഡ് ഫാക്ടേഴ്സ് അല്ലെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ഫാക്ടേഴ്സുകൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് പലതരത്തിലല്ലേ സോഷ്യൽ ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുമായിട്ട് ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്, ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ അല്ലെ നമുക്കിപ്പോ ഇതില് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് പലതും പ്രതീക്ഷിക്കാം. ദീസ് ഫാക്ടേഴ്സ് ആർ അബൌട്ട് ഡിഫറെന്റ് റൂൾസ്, എത്തിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി അല്ലെ, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെ അതില് ബന്ധപ്പെടുന്ന എന്തെങ്കിലും വിമർശനങ്ങളും നിയമങ്ങളും ഇതെല്ലാം തമ്മിൽ നമ്മൾ പൊരുത്തപ്പെട്ട് പോകണം അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രി ആണെങ്കിലും അതിന് പൊരുത്തപ്പെട്ട് പോകണം. ഇൻ കേസ് അതൊന്നും പൊരുത്തപ്പെട്ട് പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അതെല്ലാം അതിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് അല്ലെ, ഓരോ ഫാക്ടേഴ്സിലും ഓരോ ഘടകത്തിലും എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോകണം. കാരണം അതില് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെറുതായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഘടകങ്ങളെ കുറിച്ചിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ മോസ്റ്റായിട്ട് പഠിക്കും. ഓക്കെ, അപ്രോച്ചുകൾ അത് തന്നെ അതേപോലെ തന്നെയാണ് അപ്രോച്ചും. കാരണം ഓരോരുത്തരുടെ അപ്രോച്ച് അനുസരിച്ചിട്ട് ഗാന്ധിയൻ അപ്രോച്ച് അനുസരിച്ചിട്ട് ഏത് ഫാക്ടറാണ് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് അനുസരിച്ചിട്ട് നമ്മൾക്ക് അറിയാൻ സമാധാനത്തോടു കൂടിയിട്ട് പോവാനായിട്ട് സാധിക്കും അല്ലെ. ഹ്യൂമൻ relations approach, this approach emphasizes on those policies and methods that can be implemented to improve the workers and employees self-esteem അല്ലെ. ആ ഒരു എന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ,
ഇവിടെയും എൽട്ടൺ മേയോ വാസ് ഫൗണ്ടർ ഓഫ് ദ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ആരാണ് ഫൗണ്ടർ ഓഫ് ദ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് അല്ലെ? ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഗാന്ധിയൻ അപ്രോച്ച്, ഓരോ അപ്രോച്ചുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് അല്ലെ? അവിടെ പീസ് ആൻഡ് സമാധാനത്തോട് കൂടിയിട്ട് പോകുന്ന സ്ട്രൈക്കൊക്കെ അവിടെ രീതി അല്ലെ? ആ ഒരു ഫോളോവൻസ് ആണ്. അപ്പൊ ആ ഒരു രീതി എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് ഏത് തരത്തിലുള്ളതാണ് അല്ലെ? ഏത് തരത്തിലുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അപ്രോച്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ എന്താണ് ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച്, എന്താണ് സോഷ്യൽ എത്തിക്കൽ അപ്രോച്ച് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അപ്രോച്ച് ആണെന്ന് പെട്ടെന്ന് കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. മിക്കപ്പോഴും കാണാറുള്ളത് ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് ഒക്കെ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ചിന്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, ഇവിടെ സിസ്റ്റം അപ്രോച്ചിന്റേതായിട്ടുള്ള എലമെന്റ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്, അതാണ് പ്രധാനപ്പെട്ട അല്ലെ? എംപ്ലോയീസ് റിലേഷൻസിന്റെ പ്രാധാന്യം എന്തെന്നുള്ളതാണ് ഇവിടെ ഹെഡിങ്സ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാവുന്നത് ട്രേഡ് യൂണിയൻ ആണ്. ഓക്കെ, നമ്മൾ കണ്ടായിരുന്നു ട്രേഡ് യൂണിയൻ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ ഉണ്ടാവും ചിലപ്പോ ഒക്കെ അല്ലെ? ഓർഗനൈസേഷനിൽ ട്രേഡ് യൂണിയൻ ആയിരിക്കും എന്താണ് പ്രധാനമായിട്ട് അവരുടെ റോള് നിർവഹിക്കുന്നത് അല്ലെ? അവരുടെ എംപ്ലോയീസിന്റേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളും കാര്യങ്ങളൊക്കെ യൂണിയനുകളായിരിക്കും മാനേജ്മെന്റിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ട്രേഡ് അല്ലെ അവരുടെ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയിരിക്കുന്നത് അല്ലെ? ചിലപ്പോ നമുക്കറിയാം ട്രേഡ് യൂണിയന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. കാരണം അവര് വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അവരുടെ യൂണിയൻ ഇച്ചിരി കൂടി പേര് കേട്ടതാക്കുക അല്ലെ? ആ ഒരു മൈൻഡോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന യൂണിയനുകളും ഉണ്ടാവാം അല്ലെ? അപ്പൊ രണ്ട് രീതിയിലും മനസ്സിലാക്കുക. എന്താണ് ട്രേഡ് യൂണിയൻ പ്രധാനമായിട്ടും എംപ്ലോയീസിന് ഗുണം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അവിടെ ഒരു സിംഗിൾ പേഴ്സണ് പോയിട്ട് എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് മാനേജ്മെന്റിനെ അറിയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒന്നിച്ച് നിന്നുകൊണ്ട് അല്ലെ ഒരു യൂണിയന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് എന്താണ് മാനേജ്മെന്റിനെ അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ ആ എംപ്ലോയറെ ധരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. അതേമാതിരി തന്നെ അത് ഏതൊക്കെ രീതിയിൽ അല്ലെ? അക്കോർഡിംഗ് ടു ലെസ്ലർ, ഫ്ലിപ്പോ, അല്ലെ? ഫ്ലിപ്പോയിലൊക്കെ എപ്പോഴും തിരിച്ചു കാണാറുണ്ട്. ഓക്കെ, ഏതെങ്കിലും ആദ്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻ, അവിടെ പോയിന്റ്സുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെ പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞു? അസോസിയേഷൻ വോളണ്ടറി നേച്ചർ, കോമൺ ഇൻട്രസ്റ്റ്, ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. ഓക്കെ, അത് ഓരോരുത്തർക്കും ഓരോ അല്ലെ ട്രേഡ് യൂണിയന്റേതായിട്ടുള്ള പ്രത്യേകതകൾ കാണിക്കുന്നുണ്ട്. മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്, ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ, എംപ്ലോയറിന്റെയും എംപ്ലോയറെയും ഒരു ഇന്റർമീഡിയറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത് നമ്മുടെ ട്രേഡ് യൂണിയൻ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഒരു ഭാഗമാണിത്. ഓക്കെ, അതുപോലെ തന്നെ ആക്ട് ആസ് സബ് സിസ്റ്റം, ഒരു സബ് സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ട്രേഡ് യൂണിയൻ. ഇനി റീസൺസ് ഫോർ എംപ്ലോയീസ് ടു ജോയിൻ ട്രേഡ് യൂണിയൻ, ഇതൊക്കെ റീസൺസ് ആണ് അല്ലെ? ആ ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഒറ്റയ്ക്ക് നിന്ന് ചോദിക്കുന്നതിന് പകരം ഒന്നിച്ച് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നു. മിനിമം ഡിസ്ക്രിമിനേഷൻ, ഒരു പരിഗണന തീർച്ചയായിട്ടും നമുക്കറിയാം. ഇൻ കേസ് ഒരു അല്ലെ സീനിയർ പോസ്റ്റിലൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ചിലപ്പോഴെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ലഭ്യമാക്കി തരുന്നില്ലെങ്കിൽ അവരൊക്കെ യൂണിയനെ സമീപിച്ചിട്ടൊക്കെ ആയിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രൊഫഷനൊക്കെ അല്ലെ അവരുടെ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബാർഗെയിൻ ചെയ്യണമെങ്കിൽ അവര് എന്താണ് ട്രേഡ് യൂണിയനെ അല്ലെ അവരെയും കൂടി സംഘടിപ്പിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. then എന്താണ് ഇൻക്രീസ് എൻവോൾവ്മെന്റ്, then peer pressure and റെസ്പെക്ട്. ഓക്കെ, അവിടെ നമ്മൾ കണ്ടായിരുന്നു പ്രധാനമായിട്ടും ആ ഒരു അല്ലെ പ്രഷർ, അവർക്ക് കൂടുതലായിട്ടുള്ള പരിഗണന കൊടുക്കാനായിട്ട് കൂടുതലായിട്ടുള്ള റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ലേ ഇതിന്റെയൊക്കെ? ഏത് പ്രഷർ ആൻഡ് റെസ്പെക്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്.
എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ട്രേഡ് യൂണിയൻ. ഇവിടെയും എന്താണ് പോയിന്റ്സുകളൊക്കെ ജസ്റ്റ് നോക്കുക. ഓക്കെ, ടു പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി. ട്രേഡ് യൂണിയൻ എന്താന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഓരോ ഭാഗങ്ങൾ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ എംപ്ലോയീസ് റിലേഷൻസ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കുവാനും എളുപ്പമാണ്, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും ഒത്തിരി എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇനി ട്രേഡ് യൂണിയന്റെ ഒബ്ജക്റ്റീവ്സ്, ട്രേഡ് യൂണിയൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? അപ്പൊ അവര് ആ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ഇൻകം, സാലറി എൻ ചെയ്യാനായിട്ടുള്ള അവസരം എടുക്കുന്നു, ജോബ് സെക്യൂരിറ്റി ഒരുക്കുന്നു, എന്താണ് ഫിസിക്കൽ സെക്യൂരിറ്റി, അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നു, സോഷ്യൽ സെക്യൂരിറ്റി, സമൂഹത്തിലെ ഒരു സെക്യൂരിറ്റി ഉറപ്പാക്കുന്നു, then ഇമോഷണൽ സെക്യൂരിറ്റി, അവരുടെ വൈകാരിക ബന്ധങ്ങൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു, മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം അല്ലെ പ്രചോദനത്തോട് കൂടിയിട്ട് അവർക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു, എൻഷുർ ഇൻഡസ്ട്രി ഡെമോക്രസി ആൻഡ് എൻക്വയറിംഗ്. ഓക്കെ, സമാധാനത്തോടെ ജനാധിപത്യത്തോടു കൂടി പരിഗണന കിട്ടിയിട്ട് തന്നെ അല്ലെ, അതായത് അല്ലെ എൻഷുർ ആൻഡ് എവറി മെമ്പർ ഓഫ് ദ യൂണിയൻ മേ ബിക്കം ആൻ ഓഫീസർ ഓഫ് ദ യൂണിയൻ, ദാറ്റ് ഈസ് ഹി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദ ആക്റ്റീവ് ബാർഗൈൻ പ്രോസസ് വിത്ത് ദ എംപ്ലോയർ. ഓക്കെ, അവര് എല്ലാവർക്കും തന്നെ എംപ്ലോയർ ആയിട്ട് അല്ലെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം ലഭ്യമാക്കും. ഓക്കെ, then എന്താണ് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ഓക്കെ, അവിടെയും എന്താണ് പോയിന്റ്സുകൾ നമുക്കറിയാം. എന്താണ് ഫങ്ഷൻസ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടോ? ആണോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇവിടെ എന്താണ് militant functions, fractional functions, then political functions, then ancillary functions, welfare activities, education, publication of periodical newsletters or magazines, research. Okay, ഇതെല്ലാം നമുക്കറിയാം പലതരത്തിലും അല്ലെ ട്രേഡ് യൂണിയന്റെ റോളുകളാണ് അല്ലെ. അവര് എങ്ങനെയാണത് നിർവഹിക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെയാണ് പങ്കാവുന്നത് അല്ലെ, അവിടെ ഉള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇവര് പങ്കാളികളാകുന്നത് അല്ലെ, അംഗങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പങ്കാളിത്തം മെച്ചപ്പെടുത്താനായിട്ട്. നമുക്കറിയാം അവര് ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ അവരുടെ വേജ്, അവരുടെ വർക്കിംഗ് പ്ലേസുകളൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് പ്ലേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതേമാതിരി തന്നെ അല്ലെ അവർക്ക് ഇൻഡസ്ട്രിയിൽ എന്താണ് എംപ്ലോയീസ് ഇൻ ദ ഇൻഡസ്ട്രി അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് ജീവിത നിലവാരം ഉയർത്താനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള മിലിറ്റന്റ് ഫങ്ഷൻസുകളും അയാൾക്ക് മെച്ചപ്പെടുത്തി കൊടുക്കുന്നു. അതേമാതിരി തന്നെ ഫ്രാക്ചറൽ ഫങ്ഷൻസ് അല്ലെ, അതായത് സഹോദര പ്രവർത്തനങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. ഏതൊക്കെ തരത്തിലുള്ള സഹോദര പ്രവർത്തനങ്ങളാണ് അല്ലെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അണ്ടർടേക്കിംഗ് എന്താണ് മോട്ടിവേഷൻ, വെൽഫെയർ മെഷേഴ്സ്, ബൂസ്റ്റിംഗ് സെൽഫ് കോൺഫിഡൻസ് ഓഫ് വർക്കേഴ്സ്. നമുക്കറിയാം അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറുപ്പമാണെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞ വ്യക്തികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ മാനേജ്മെന്റിനെ അറിയിച്ച് അല്ലെ അവർക്ക് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരിങ്ങനെ ഒരു പ്രോബ്ലംസ് ഒറ്റയ്ക്കൊക്കെ മാനേജ്മെന്റിനെ അറിയിച്ചാലും ഒരുപക്ഷെ അവര് തയ്യാറാവണമെന്നില്ല. അതേസമയം യൂണിയന്റെ കൺട്രോൾ അല്ലെ ആഭിമുഖ്യത്തിൽ തന്നെ അവര് എന്തെങ്കിലും പ്രോബ്ലംസ് എംപ്ലോയറിനൊക്കെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ ഒക്കെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ പലതരത്തില് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് ട്രേഡ് യൂണിയന്റെ ആ ഒരു റോൾ ഫംഗ്ഷനിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, അതനുസരിച്ചിട്ട് നോക്കാം. അവിടെ സേവ അല്ലെ സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ, നമുക്കറിയാം പലതരത്തില് അവർ വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ മറ്റു രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തി കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അവിടെ ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പബ്ലിക്കേഷൻ, പീരിയോഡിക്കൽസ്, ന്യൂസ് ലെറ്റേഴ്സ് ഓഫ് മാഗസിൻസ്. ഓക്കെ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെ. ഇപ്പൊ ചിലർക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. അപ്പൊ അവര് ബാർഗെയിൻ ചെയ്ത് നേരിടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനി എന്തൊക്കെ നിലപാടുകളൊക്കെയാണ് എടുക്കണേന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ അവര് പബ്ലിഷ് ചെയ്യും അല്ലെ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അവരുടെ എംപ്ലോയീസിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെയായിട്ട് സാധിക്കും. ഓക്കെ, ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ് നമ്മള് അതില് രണ്ട് തരത്തിലുള്ളതുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. അതില്
എന്താണ് റിഫോമിസ്റ്റ് യൂണിയനെയും കണ്ടു, റെവല്യൂഷണറി യൂണിയൻ അല്ലെ, വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പിക്കുന്നവരും അതേപോലെ തന്നെ പരിഷ്കൃതമായിട്ടുള്ള യൂണിയനുകളും. പരിഷ്കൃതമായിട്ടുള്ള യൂണിയനിൽ എന്തൊക്കെ പെടാം, ഈ ഒരു ചാർട്ടൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് എപ്പോഴും ഉണ്ടാവണം. അതിൽ പെടുന്നത് ഏത്, ഇതിൽ പെടാത്തത് ഇതിൽ, അല്ലെങ്കിൽ ഓൾഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു പിക്ചർ ഞാൻ നേരത്തെ ഫാക്ടേഴ്സിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചാർട്ടിനൊക്കെ കുറിച്ചിട്ടും പറഞ്ഞായിരുന്നു. അപ്പൊ ചാർട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും പഠിച്ചു തന്നെ പോവുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ചെയ്തു പോകും. കാരണം ചാർട്ടിൽ നിന്നൊക്കെ എന്താ സ്പെഷ്യലി അല്ലെ ഒരു ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് വരാനായിട്ടുള്ള സാധ്യതകളാണ്. ഓക്കെ, പിന്നെ ഇത് വെച്ചുകൊണ്ട് നമുക്കറിയാം ഈ ഒരു ചാർട്ടിന്റെ ഉള്ളിലുള്ളത് തന്നെയാണ് കൂടുതലായിട്ട് ഇവിടെ താഴേക്കും ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിക്കാനായിട്ടാണ് ഈ ഒരു ചാർട്ടിൽ വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് അതില് നമ്മൾ കണ്ടുള്ള റിഫോമിസ്റ്റ് യൂണിയനുകളിൽ എന്തൊക്കെ പെടുന്ന അല്ലെ, ബിസിനസ് യൂണിയൻ ഉണ്ട്, ബ്യൂറോ ഓഫ് അപ്ലിറ്റി യൂണിയൻ ഉണ്ട്, ദെൻ റെവല്യൂഷണറി യൂണിയൻസ് ഉണ്ട്, സോറി അത്തരം യൂണിയനുണ്ട്. ദെൻ റെവല്യൂഷണറി യൂണിയനിൽ എന്തൊക്കെ പെടുന്നു അല്ലെ, പൊളിറ്റിക്കൽ യൂണിയൻസ്, അനാർക്കിസ്റ്റ് യൂണിയൻസ്, എന്താണ് പ്രിഡേറ്ററി യൂണിയന്, ദെൻ അവിടെയും എന്താണ് ഹോൾഡപ്പ് യൂണിയൻസ്, ഗറില്ല യൂണിയൻസ്, ഡിപെൻഡന്റ് യൂണിയൻസ് അല്ലെ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അത് മസ്റ്റായിട്ടും ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതില് 4 അല്ലെ, റെവല്യൂഷണറിയില് പൊളിറ്റിക്കൽ യൂണിയനും അനാർക്കിസ്റ്റ് യൂണിയനും പ്രിഡേറ്ററി യൂണിയനും, ദെൻ 4th വൺ എന്ന് പറയുന്നത് ഡിപെൻഡന്റ് യൂണിയൻസ്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിയൻ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ്, മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. ക്രാഫ്റ്റ് യൂണിയൻ ആൻഡ് ജനറൽ യൂണിയൻ, ഇൻഡസ്ട്രിയൽ യൂണിയൻ, സ്റ്റാഫ് യൂണിയൻ. നമ്മളിപ്പോ അത് ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അതില് ഒരു എക്സാമ്പിൾ സഹിതം അല്ലെ, എവിടെയൊക്കെ ഒരു ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഡ്രൈവേഴ്സ് അസോസിയേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്രാഫ്റ്റ് യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ ഡ്രൈവേഴ്സിന് അവര് ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്താണ് ഡ്രൈവേഴ്സിന്റെ ബുദ്ധിമുട്ട് അവർക്ക് എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഒരൊറ്റയ്ക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഴ്സൺ ചെന്നുകൊണ്ട് എന്തെങ്കിലും ഞാൻ ആ സമയത്തൊക്കെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു ഓഫ് വേണം എന്നുള്ള ആവശ്യം ഒരാള് ഉന്നയിച്ച് ചിലപ്പോൾ ഒരു പക്ഷെ അത് തീരുമാനത്തിലേക്ക് എത്തണമെന്നില്ല അല്ലെ. അപ്പൊ ഒരു കൂട്ടം വ്യക്തികൾ ഒന്നിച്ച് നിന്ന് ഒരു യൂണിയന്റെയും കൂടി നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ എന്താണ് എംപ്ലോയർ കേൾക്കാനും ഒരു സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ ജസ്റ്റ് എക്സാമ്പിളുകൾ ഉണ്ടാകും, ആ എക്സാമ്പിളുകൾ വെച്ചിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ അതേമാതിരി തന്നെ പ്രോഗ്രാംസ് ഓഫ് ട്രേഡിംഗ് യൂണിയൻ, അതിലും ജസ്റ്റ് ഒരു ഇതുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഗെറ്റിംഗ്സ് ഒക്കെ മനസ്സിലാക്കി പോവുക. ഇവിടെയൊക്കെ അബ്രിവേഷൻസ് വരുന്നുണ്ട്, ഇൻട്രാ യൂണിയൻ റിബിലറി അല്ലെ, അതൊക്കെ NCA ഒക്കെ വരുന്നത് നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ. ഇതൊക്കെ മനസ്സിലാക്കി പോവുക. ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ അപേക്ഷ മേടിക്കുന്ന ഒരു രീതിയാണ് അല്ലെ. അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു നെഗോഷിയേഷൻ വിളിച്ചുകൂടി ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ട് അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. നമുക്കറിയാം ചർച്ചകളൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് തന്നെ ചർച്ചയിലൂടെ തന്നെ ഒരു പെട്ടെന്ന് പരിഹാരം നേടിയെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ ചർച്ചയ്ക്ക് നീണ്ടുപോകും, പലപ്പോഴും ചർച്ചയ്ക്ക് അലത്തിപ്പോകും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. അതവിടെയും നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓർഡർ, അക്കോർഡിംഗ് ടു ബോക്സ്, അക്കോർഡിംഗ് ടു RF അല്ലെ. അങ്ങനെ 3 തരത്തിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അത് മനസ്സിലാക്കുക അല്ലെ. ഒരു കാര്യം എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് ഇസ് എസെൻഷ്യലി a process in which employees act as a group in seeking to shape the condition and the relationship in their employment. അവിടെ ഗ്രൂപ്പ് ഓഫ് ആക്ട് അല്ലെ, അവിടെ അങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ടാണ് അവിടെ അതിന്റെ നമുക്കറിയാം ഈ ഒരു ഡെഫിനിഷനിൽ ഇതിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ കൊടുക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഐഡിയയെ തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് മാറിപ്പോകാതെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഫീച്ചേഴ്സ് ഉണ്ട്. കളക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈക്വൽ ബാർഗൈനിങ് സ്ട്രെങ്ത്, ഫ്ലെക്സിബിൾ ആണ്, വോളണ്ടറി ആണ്. ഓക്കെ, നമുക്കറിയാം സ്വമേധയ ചേഞ്ചിങ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുള്ള ഒരു നേച്ചറിലൊക്കെയാണ് കളക്റ്റീവ് ബാർഗൈനിങ് വരുന്നത്. കണ്ടിന്യൂസ് ആണ്. നമുക്കറിയാം ചിലപ്പോൾ ഒറ്റയടിക്ക് ചർച്ച തീരുമാനം ഉണ്ടാവണമെന്നില്ല, അത് നീണ്ടു നിൽക്കാനായിട്ടുള്ള സാധ്യതയൊക്കെയുണ്ട്. ചിലപ്പോൾ എന്താണ് കുറച്ച് നാൾ നിന്നതിന് ശേഷമായിരിക്കും അവിടെ ഇംപ്ലിമെന്റേഷൻ വരുന്നത് അല്ലെ. അതേപോലെ തന്നെ ഡൈനാമിക് അല്ലെ, ഡൈനാമിക് ആണ്, പവർ റിലേഷൻഷിപ്പ്, റെപ്രസെന്റേഷൻ,
പ്രോസസ്സ് എന്താണ്, റൂൾ മേക്കിംഗ്, പ്രൊട്ടക്റ്റീവ് ഇൻട്രസ്റ്റിംഗ്, ഇന്റഗ്രേറ്റഡ് പാർട്ട്. അവിടെ തീർച്ചയായിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, നമ്മുടെ ടീച്ചേഴ്സിൽ വരുന്നത്. ഏതെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടോ? ഓർമ്മയിൽ വരാത്ത എന്തെങ്കിലും ഞാനതാണ് റിവൈസ് ചെയ്തോ എന്ന് ചോദിക്കുന്നത്. ആ പോയിന്റ് ഹെഡിങ്സ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതേമാതിരി തന്നെ ഒബ്ജക്റ്റീവ്സിലും ഇങ്ങനെ കുറച്ച് പോയിന്റ്സുകളുണ്ട്. ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട്സ്, ടു ഗിവ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ്, ടു ഇംപ്രൂവ് മാനേജ്മെന്റ്, വർക്കർ റിലേഷൻഷിപ്പ്, അല്ലെ? നമ്മള് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുമ്പോഴുണ്ടാവുന്ന ആ ഒരു ലക്ഷ്യങ്ങൾ. അതേമാതിരി തന്നെ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്, അല്ലെ? നമ്മൾ കണ്ടതും അവിടെയും ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പ്രിപ്പയറിംഗ് നെഗോഷിയേഷൻ, സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈങ് ബാർഗെയിനിങ് ഇഷ്യൂസ്, അല്ലെ? ഏതിന്റെയൊക്കെ രീതിയിലാണ് ഇഷ്യൂസ് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ബേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സപ്ലിമെന്ററി എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്, അല്ലെ? ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ഒന്നും ശരിയാവണമെന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് പറയുമ്പോൾ നമുക്കറിയാം, അല്ലെ? അവിടെ സേഫ്റ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ട, ടെക്നോളജിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുണ്ടാവാം. നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, അല്ലെ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. ചർച്ചകൾ സംഘടിപ്പിച്ചതിന് ശേഷമായിരിക്കും അവിടെ ഒരു ഇത് വരുന്നത്. ദെൻ റീച്ചിങ് ആൻഡ് റെക്ടിഫൈങ് എഗ്രിമെന്റ്. നമുക്കറിയാം എന്തെങ്കിലും കറക്ഷൻ ഒക്കെ വരുത്തണമെങ്കിൽ ആ എഗ്രിമെന്റിൽ കറക്ഷൻ ഒക്കെ വരുത്തി നമുക്കറിയാം ആ ഒരു നല്ല രീതിയിൽ തന്നെ ബാർഗൈൻ ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നടത്തിയുള്ളൂ. അതായത് ഹെഡിങ്സ് വെച്ചുകൊണ്ട് മാത്രം നമുക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഇപ്പൊ സാധിച്ചുള്ളൂ. എന്തായാലും അവസരം കിട്ടിയെങ്കിൽ ഒന്നും കൂടി ക്ലാസ്സിലെത്താൻ ശ്രമിക്കാം. ആണോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റിയോ? മൂന്നാല് കാര്യം ഉണ്ടെന്നുള്ള കാര്യം കിട്ടിയോ ഒരു ചാപ്റ്ററിൽ? ഓക്കെ, കിട്ടിയിട്ടെന്ന് തന്നെ പറയുന്നു. എനിവേ നമ്മൾ നന്നായിട്ട് തന്നെ വരുന്ന ഇനി കുറച്ച് നാളും കൂടെ ഉണ്ടാവും എക്സാമിന്. താങ്ക് യു.